الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، الله سبحانه وتعالى റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ ശിഷ്യന്മാർക്ക് ഏർപ്പാട് ചെയ്ത റമദാൻ 17-ാമത്തെ ദിവസത്തെ പരീക്ഷ, ബദർ യുദ്ധം, അതുമായി ബന്ധപ്പെട്ട ചില പ്രധാന ചരിത്ര മുഹൂർത്തങ്ങളാണ് നമ്മൾ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഥ കേൾപ്പിക്കാനല്ല, ചരിത്രം പറയാനല്ല, പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മാറിയേ പറ്റൂ. അള്ളാഹുവിൻ്റെ ആൾക്കാരായേ പറ്റുള്ളൂ. ദുനിയാവിൻ്റെ ആളായിട്ട് കാര്യമില്ല. കാര്യമില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഇവിടെ കുറച്ച് രസം, ഒരു സുഖം, ഒരു പ്രൗഢി, ഒരു ഇസ്സത്ത്, ഒരു കിബർ, ഇതൊക്കെ പറയാം, ഒരു കസേര, ഒരു കാര്യമില്ല. അൽബിദാർ അപകടമാണ്. എത്രയും പെട്ടെന്ന് ചിന്തിച്ച് മാറി അള്ളാഹുവിൻ്റെ ആളായിട്ടില്ലെങ്കിൽ ദുനിയാവും നഷ്ടം, ആഖിറവും നഷ്ടം. നമ്മളാരുമല്ല അള്ളാഹിൻ്റെ മുമ്പിൽ, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരുമല്ല, കീടങ്ങളാണ്. നമ്മളാരും പരിശുദ്ധാത്മാക്കളുമല്ല, കുറ്റക്കാരാണ്. അങ്ങനെ ആരും സ്വയം നന്നാവണ്ട. ഫലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങളാരും നിങ്ങളുടെ നഫ്സിനെ തസ്കിയത്താക്കണ്ട. ഞാൻ കുഴപ്പമില്ല, ഞാൻ തിരക്കേടില്ല എന്ന് പറയണ്ട. ഹുവ അഅലമു ബിമൻ ഇത്തഖാ, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിനറിയാം നിന്റെ ഉള്ളും നിന്റെ പുറവും, നിന്റെ ആശയും നിന്റെ ചിന്തയും നിന്റെ പ്ലാനും നിന്റെ നിയ്യത്തും ഒക്കെ അറിയാം. ലാ തുസക്കൂ അൻഫുസക്കും. അതുകൊണ്ട് സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞു, അമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി. എന്താ പറയാന്നറിയോ? യാ ലൈതനി ലം ഊത കിതാബിയ, വേണ്ടായിരുന്നു, ഇതെനിക്ക് തന്നിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായനെ. വലം അദിരി മാ ഹിസാബിയ, ദുനിയാവിൻ്റെ ആ സുഖത്തിലും രസത്തിലും ആ തിമിർപ്പിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനത്തെ ഒരു ഹിസാബ് ഉണ്ടാവും. എൻ്റെ റബ്ബ് എന്നെ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും, അൻ ഉംരിഹി ഫീമാ അഫ്നാ, ഞാൻ തന്ന ആയുസ് എന്താക്കി. വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, ഞാൻ തന്ന യുവത്വം എവിടെ നശിപ്പിച്ചു. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ, സമ്പത്ത് എവിടെന്താ ഉണ്ടാക്കിയത്. വഫീമാ അൻഫഖ, എവിടെയാ ചെലവാക്കിയത്. വമാദാ അമില ബിമാ അലിം, അറിവനുസരിച്ച് എന്ത് ചെയ്തു. വലം അദിരി മാ ഹിസാബിയ, പൈസയുണ്ട്, അധികാരമുണ്ട്, കസേരയുണ്ട്, ആളുണ്ട്, ബഹളമുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനൊരു കോടതിയുള്ള കാര്യം വിട്ടുപോയി ഈ തിരക്കിനിടയിൽ. ഇതിങ്ങനെ വെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഇടയിൽ, ഇതിങ്ങനെ മറ്റുള്ളവരെ അടിച്ചമർത്തി അതിൻ്റെ മുകളിൽ കസേരയിട്ട കസേര ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ ചന്തിക്ക് കിട്ടുന്ന ആ സുഖത്തിന്റെ ആ രസത്തില് ലമ്മതിരി മാ ഹിസാബിയ, ഇത് എൻ്റെ റബ്ബിന്റെ കോടതിയിൽ ചോദിക്കുന്നുള്ള കാര്യം അതങ്ങ് മറന്നുപോയി. അല്ലാഹു കാക്കട്ടെ. മാ അഗ്ന അന്നി മാലിയ, എൻ്റെ പണം എനിക്ക് ഉപകാരപ്പെട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ അധികാരം, എൻ്റെ കസേര, ഞാനിങ്ങനെ പടവിട്ടി ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഇസ്സത്തിന്റെ ആ ഇരിപ്പിടം, ഹലക അന്നി, എന്നെ നശിപ്പിച്ച് താറുമാറാക്കി റബ്ബിന്റെ കോടതി. അത് വേണ്ടായിരുന്നു, ആ കസേര വേണ്ടായിരുന്നു, ആ പരിപാടിയെ വേണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ലാണ്ടായിപ്പോയി. ഹലക അന്നി സുൽത്താനിയ, ഖുദൂ ഖുദൂ, ഓനെ പിടിക്ക്, ഫഗുല്ലൂ, ചങ്ങലയിൽ ബന്ധിക്ക്, സുമ്മൽ ജഹീമ സല്ലൂ, നരകത്തിലേക്ക് വലിച്ചെറി. എന്റെ റഹ്മത്തില്ല, തിരുനോട്ടമില്ല, സംരക്ഷണമില്ല. ഹിബറൻ, ധിക്കാരി, അഹങ്കാരി, ദുനിയാവിൽ എന്റെ അടിമയായി ജീവിക്കേണ്ടവൻ, എന്നെ കൊഞ്ഞനം കുത്തിയവൻ. സുമ്മൽ ജഹീമ സല്ലൂ,
ثم في سلسلة ذرعها 70 ذراعا فاسلكوا 70 കൊളുത്തുള്ള ചങ്ങലയിൽ ബന്ധിച്ച് അവനെ വലിക്ക്, അവൻ വേദന രുചിക്കട്ടെ, അറിയട്ടെ. ഓൻ എന്താ വിചാരിച്ച ദുനിയാവില്? ഓൻ ഇവിടെ ഞെളിഞ്ഞ് ജീവിക്കുമ്പോ എന്താ കരുതിയത്? കാണാനും അറിയാനും പറയാനും ആരും ഇല്ലാന്നാ? ആ വിചാരമേ വേണ്ട. അയഹ്സബു അല്ലം യറഹു അഹദ്. ഓനാരും കാണുന്നില്ല വെച്ചിട്ടാ ഈ കളിയെല്ലാം കളിക്കുന്നത്. ഓനെ ആരും കാണൂല, ഓനാരും മനസ്സിലാക്കൂല, ഓനെ ആരും പിടിക്കൂല, ഭരിക്കൂല എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ എന്റെ ദീ കൊണ്ട് ഈ കളിയോ കളിക്കുന്നത്? ഓന്റെ നിലനിൽപ്പിനും അവന്റെ ഇരിപ്പിടത്തിനും അവന്റെ കസേരക്കും അവൻ എന്റെ ദീനയാണോ കരുവാക്കുന്നത്? കളിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഹുദൂ, എന്റെ കിങ്കരന്മാർ വന്ന് പിടിച്ചിട്ടെറിയുമ്പോ പറയും ഹലകാനി സുൽത്താനിയ. ഹായ് ഹായ് ഹായ്, ആ കസേര വേണ്ടേ? അതിനു വേണ്ടിയാ ഈ കളി മുഴുവനും കളിച്ചത്. അതിനു വേണ്ടിയാ അള്ളാന്റെ ദീനിനെ കൊഞ്ഞനം കുത്തിയത്. അതിനു വേണ്ടിയാ റസൂലുള്ളാന്റെ സുന്നത്തിനെ കുളിച്ചിട്ടത്. വേണ്ട അതിനു. അവിടെ നിന്ന് പറയും എന്നോട്, അതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, അനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ്. റബ്ബിലേക്ക് മടങ്ങിക്കോളി, റബ്ബിലേക്ക് മടങ്ങിക്കോളി. അവന്റെ മുമ്പിൽ വിനയാന്വിതനായിക്കോളി, മുസ്ലിമായിക്കോളി. ദുനിയാവല്ല കാര്യം. വലൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഇവിടുന്ന് പോവാനുണ്ട്, ഇവിടുന്ന് പോവാനുണ്ട്. അതുകൊണ്ട് കഥ കേൾപ്പിക്കാനല്ല ലക്ഷ്യം. ബദറിന്റെ കഥ പറയുന്നത് ബദരീങ്ങളെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ബദറിന്റെ ദിവസം സുറാഖത്ത് ബിൻ മാലിക് ഓടി. ഫലമ്മ തറാ അൽ ഫിഅതാൻ നഖസ അലാ അഖബൈഹി വഖാല ഇന്നി ബരീഉ മിൻകും ഇന്നി അറാ മാ ലാ തറൗൻ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. നഖസ അലാ അഖബൈഹി. പ്രിയപ്പെട്ടവരെ, ശൈത്താൻ എപ്പോഴും ഇതേ ചെയ്യുള്ളൂ കേട്ടോ. ശൈത്താന്റെ വഴിക്ക് പോകണ്ട. ഓൻ പല വസ്വാസം ഉണ്ടാക്കി തരും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. നമ്മുടെ മനസ്സിൽ പല വസ്വാസം ഉണ്ടാക്കി തരും. അബൂജഹലിനോട് വന്നിട്ട് പറഞ്ഞ പോലെ, ലാ ഗാലിബ അലൈക്കുമുൽ യൗമ ഇന്നി ജാറുൽ ലക്കും. ഇന്ന് നിങ്ങളെ ആരും ജയിക്കൂല, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മളോടും വന്നിട്ട് പറയും, കളിച്ചോടാ, നീ തീരുമാനിച്ചോ, നീ കളിച്ചോ, നീ നിന്റെ പവർ വെച്ചിട്ട് ചെയ്തോളി, ഞാനുണ്ട് കൂടെ എന്ന് ശൈത്താൻ പറയും. പക്ഷെ അവസാന സമയം പിന്മാറും, ഒറ്റക്കാക്കിയിട്ട് ഓടും, പിടിവള്ളി ഇല്ലാണ്ട് കഷ്ടപ്പെടും. ഖുർആൻ. ബദറിൽ അബൂജഹലും കുഫാറുകളും അന്തം വിട്ടു. തുറക്കവും ഹാരിസ് ഇബ്നു ഹിഷാം എന്ന് പറയുന്നൊരു ഖുറൈശി ശത്രു പോയിട്ട് ബാക്ക് പിടിച്ചു. സുറാഖ, ഏടത്തേക്ക് ഓടുന്നു? നീ പറഞ്ഞിട്ടല്ല വന്നിനി, നീ പറഞ്ഞു ഭയങ്കര സഹായിക്കും, അങ്ങനാക്കും ഇങ്ങനാക്കും. സുറാഖ പിടിച്ചൊരു തള്ളു കൊടുത്തു. ഹാരിസ് ഇബ്നു ഹിഷാം എത്രയോ അടി പൊക്കത്തിലേക്ക് പോയിട്ട് ഡിന്ന് മന്ത്രി വന്നിട്ട് വീണു. കാരണം തള്ളിയത് ആരല്ല, മനുഷ്യനല്ല, ജിന്നാണ്, ശൈത്താൻ. അവന്റെ തള്ളന് അത്രയും പവറുണ്ട്. മുകളിൽ പോയിട്ട് തണക്ക് വീണു. ഇവനോടി. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, അതുകൊണ്ട് ഓനെ ചങ്ങായാക്കണ്ട. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഓനെ ചങ്ങായാക്കണ്ട. അള്ളാഹു അവന് പ്രസംഗിക്കാനുള്ള അവസരം കൊടുക്കുന്ന ആളെ ആഖിറത്തിൽ. ശൈത്താന് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുന്ന ആളെ ആഖിറത്തിൽ. ഖുദിയൽ അംർ, എല്ലാം തീരുമാനിക്കപ്പെട്ടു. സ്വർഗത്തിന്റെ ആൾക്കാർ സ്വർഗത്തിലേക്ക് പോയി, നരകത്തിന്റെ ആൾക്കാർ നരകത്തിലേക്കെല്ലാം പോയി. തീരുമാനമെല്ലാം ആയി കഴിയുമ്പം ഇവൻ എഴുന്നേറ്റ് നിൽക്കും. അള്ളാഹു അവസരം കൊടുക്കും. ഇവൻ പറയും, ഞാൻ നിങ്ങളോട് കുറെ കാര്യങ്ങൾ വാഅദ ചെയ്തു, നിങ്ങളുടെ റബ്ബും നിങ്ങളോട് കുറെ വാഅദ ചെയ്തു. ഫഅഖ്ലഫ്തുകും മൗഇദി, ഞാൻ ചെയ്ത വാഅദക്ക് ഞാൻ ഇപ്പൊ തന്നെ പൊളിച്ചിന്. പക്ഷെ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ചെയ്ത വാഅദ ഹക്കിന്റെ വാഅദയായിരുന്നു. നിങ്ങൾ പോവേണ്ടിയിരുന്നത് ഓന്റെ വഴിക്കായിരുന്നു, നിങ്ങൾ വന്ന് എന്റെ വഴിക്കാ. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു അധികാരമില്ല. എന്തല്ലാതെ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് അനുസരിപ്പിച്ച് നിങ്ങളെ വഴിപിഴപ്പിക്കുന്ന ജോലി അല്ലാണ്ട് വേറെ ഒരു ജോലി എനിക്കില്ല.
മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ ചിന്തിക്കണമായിരുന്നു, നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റൂല, എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റൂല, നമ്മൾ ആകെ കുടുങ്ങിയിരിക്കുക. അള്ളാഹു പറഞ്ഞ വഴിക്ക് പോയിക്കൂടെയോ? എന്റെ ജോലി എന്താ? നിങ്ങളോട് പറയാ, നിങ്ങളെ പഴപ്പിക്കുക. ആ ജോലി ഞാൻ ചെയ്തു. ഇന്ന് ഞാനും കുടുങ്ങി, നിങ്ങളും കുടുങ്ങി. ഇനി എന്ത് ചെയ്യും? ഒന്നുമില്ല. അള്ളാഹു പറഞ്ഞു, നരകത്തിലേക്ക് പോകാനായിരിക്കും ഇവരും ഇവന്റെ കൂട്ടാളികളും. അള്ളാഹു കാക്കട്ടെ. അവര് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുസ്ലിം പട്ടാളക്കാരുടെ പക്ഷഭാഗത്ത് ഇപ്പൊ ഒരു ചെറു ചിരിയുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഇറങ്ങി വരുന്നുണ്ട്. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. റസൂലുള്ളാഹി പറഞ്ഞു, അബ്ശിർ യാ അബൂബക്കർ, അബൂബക്കർ ഇതാ സന്തോഷിച്ചോളിൻ, ഞാൻ ജിബ്രീലിനെ കാണുന്നു, തന്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചു, അലൈഹി ആലത്തുൽ ഹർബ്, യുദ്ധത്തിന്റെ ഉടയാടകളും ധരിച്ചുകൊണ്ടിതാ ജിബ്രീൽ വരുന്നു. അപ്പൊ ആകാശത്തിലുണ്ട് ജീവികൾ, മൃഗങ്ങൾ. ജിബ്രീലിന്റെ ഒപ്പം വന്ന കുതിര ആകാശത്തിലുള്ള കുതിരയാണ്, ദുനിയാവിന്റെ കുതിര അല്ല. ആയുധങ്ങളുണ്ട്, ആകാശത്തിന്റെ ആയുധങ്ങൾ. മഞ്ഞ തലപ്പാവ് കെട്ടിയിട്ടുണ്ട് ഈ മലക്കുകൾ. എന്തിനെന്നറിയോ? സുബ്ഹാനല്ലാഹ്. ഒരുത്തൻ അള്ളാഹ്ക്ക് വേണ്ടി അർപ്പിച്ചാൽ അവന് കൊടുക്കുന്ന ഇസ്സത്ത്, അള്ളാഹ് കൊടുക്കുന്ന ഇസ്സത്ത്, അതാണ് ഇസ്സത്ത്. അള്ളാഹ് എപ്പോഴാണ് ഇസ്സത്ത് തരാന്നറിയോ? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ദില്ലത്തിലേക്ക് പോയാൽ, ഒന്ന് താൻ കൊടുത്താൽ ഒരല്ലാഹു ഉയർത്തും. മലക്കുകൾ ജിബ്രീലിന്റെ തലയിലുണ്ട് മഞ്ഞക്കെട്ട്, അമാമത്തുൻ സഫ്റാ. വന്ന വാക്കിനുള്ള 1000-ഓളം വരുന്ന പട്ടാളക്കാർക്ക് ഉണ്ട് ഈ മഞ്ഞ തലക്കെട്ട്. എന്തിനാണെന്നറിയോ? മുസ്ലിം പട്ടാളക്കാരുടെ കൂട്ടത്തിൽ ഒരാള് ഈ മഞ്ഞ തലക്കെട്ടെല്ലാം കെട്ടിയിട്ടാണ് വന്നിരിക്കുന്ന യുദ്ധത്തിന്. ആരെന്നറിയോ? ഒരു വീരശൂര പരാക്രമി, 13-ാമത്തെ വയസ്സിൽ ശൂര്യത തെളിയിച്ച ഒരു സഹാബി, സുബൈർ ഇബ്നുൽ അവ്വാം. ആ കുതിരപ്പട്ടാളക്കാരൻ മഞ്ഞ തലക്കെട്ടെല്ലാം കെട്ടിയിട്ട് 13-ാമത്തെ വയസ്സിൽ എപ്പോഴാ ധൈര്യം കാണിച്ചെന്നറിയോ? അന്ന് മക്ക ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല, മക്കത്ത് കാണുന്നില്ല. ആരോ മുശ്രിക്കുകൾ കൊണ്ടുപോയിട്ട് കൊന്നുന്നോ തട്ടിക്കൊണ്ടുപോയിന്നോ എന്നൊക്കെ വലിയ കിംവദന്തികൾ പരന്നു. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു വാളൂരി, 13 വയസ്സ്. എന്നിട്ട് മക്കയിലെ ഓരോ തെരുവിലും കറങ്ങാൻ തുടങ്ങി. റസൂലുള്ളാഹി അന്വേഷിച്ചിട്ട് കാണുന്നില്ല. കുറെ പോകുമ്പോൾ ഒരു മലഞ്ചെരുവിലുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നു. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്താ സുബൈർ? ഞാൻ അങ്ങയത്തെ ഇറക്കിയിട്ട് വന്നതാണ്. എന്തിന്? കാണുന്നില്ല, എല്ലായിടത്തും പരതി. റസൂലുള്ളാഹി ചോദിച്ചു, എന്നെ ആരെങ്കിലും ബന്ദിയാക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് നീ കണ്ടതെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? 13 വയസ്സ് പറയുമ്പോൾ എത്ര ഉണ്ടാവും? ആരുള്ളയിടത്തും 13 വയസ്സുള്ളത്? ഇതാ ഈ മഞ്ഞവനിയൻ, ഇതാ 13 വയസ്സ്. ഇവനാ വാളും പിടിച്ചിട്ട് പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരുടെ തലയറുത്തിട്ട് അങ്ങയെ രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുപോകുമായിരുന്നു. അതാണ് സുബൈർ ഇബ്നുൽ അവ്വാം. അത്ര ധീരനാണ്. സഹാബാക്കൾ പറഞ്ഞെന്താ അറിയോ? അദ്ദേഹം ഷഹീദാവുമ്പം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 70 വെട്ടുകളുടെയും കുത്തുകളുടെയും അടയാളമുണ്ട്. 70 അടയാളം, കുന്തത്തിന്റെ, വാളിന്റെ, അമ്പിന്റെ. ഉർവ ബിൻ സുബൈർ അദ്ദേഹത്തിന്റെ മോൻ പറയാണ്, ഞാൻ ചെറുപ്പത്തിൽ ഉപ്പാന്റെ മേത്ത് കയറിയിട്ട് കളിക്കും. എൻ്റെ ഉപ്പാന്റെ മുതുകത്ത് 3 തോട്ടയുണ്ട്, 3 ദ്വാരങ്ങൾ. എൻ്റെ കൈ, ഉർവയുടെ കൈ ആ തോട്ടയിലേക്ക് പോവുമായിരുന്നു ഞാൻ കളിക്കുമ്പോൾ. യുദ്ധത്തിൽ കുന്തത്തിന്റെ കുത്ത് കിട്ടിയിട്ടായ തോട്ട. കഥ പറയാനല്ല, ആ സുബൈർ ഉണ്ടാവും അള്ളാന്റെ കോടതിയിൽ. ഈ തമ്മാടികളായ നമ്മളും ഉണ്ടാവും. അള്ളാഹ് ചോദിക്കും അവരോട്, എന്തുണ്ട് എന്റെ ദീനു വേണ്ടി അർപ്പിച്ചത്? കൊണ്ടുവന്നിട്ട് എന്തുണ്ട്? ഞാൻ ദീൻ തന്നില്ലേ? ഹിദായത്ത് തന്നില്ലേ? എന്റെ ആളാക്കിയില്ലേ? എന്തുണ്ട് ഇങ്ങോട്ടൊരു സമ്മാനം തരാൻ? സുബൈർ ഇബ്നുൽ അവ്വാമിന് കുപ്പായം മുറിയിട്ട് മുതുക് കാണിച്ചു കൊടുക്കാൻ പറ്റും? നിന്റെ ശത്രുക്കൾ ചവിട്ടിയും കുത്തിയും ഉണ്ടാക്കിയ ദോരങ്ങളാണിത്. എനിക്കും നിങ്ങൾക്കും ഉണ്ടാവും. അള്ളാന്റെ ദീനെ കൊണ്ട് കൊഞ്ഞനം കുത്തിയ കളികൾ മാത്രം. കഥ കേൾക്കാനുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ പരിവർത്തിപ്പിക്കാനുള്ളതാ. സുബൈർ ഇബ്നുൽ അവ്വാം അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത ഇസ്സത്തായിരുന്നു അദ്ദേഹത്തിന്റെ തലയിലുള്ള തലപ്പാവിന്റെ നിറത്തിന് മലായികത്തിനെയും തലപ്പാവ് കെട്ടിയിട്ട് ഇറക്കി. മഞ്ഞ തലപ്പാവ് ഇറക്കിയിട്ട് അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ, എന്റെ അടിമ സുബൈർ മഞ്ഞ തലക്കെട്ട് കെട്ടിയിട്ടാ വന്നിട്ടുള്ളത്,
കെട്ട്, നിങ്ങളും കെട്ട്, സുബൈറിനെ പോലെ കെട്ടിയിട്ട് ഇറങ്ങും പോരെ. ഇനി വേറെ എന്താ വേണ്ട? അത്യാവശ്യം ദുനിയാവിൽ എന്താ കിട്ടാനുണ്ട്? കിട്ടില്ല ഇസ്സത്ത്. എവിടെ ഉണ്ട് നമ്മളിപ്പം റോട്ടും വന്ന് കൂലു തക്ബീർ വരുന്നാവൂല. രണ്ട് കസേരയും 2 ലെറ്റർ പേഡ് ഒരു ഒപ്പും സീലും കിട്ടിയെങ്കിൽ നമ്മളൊക്കെ ആവൂല. ജീവിതം കൊണ്ട് തെളിയിക്കണം. ജീവിതം കൊണ്ട് തെളിയിക്കണം. എന്റെയും നിങ്ങളുടെയും നഫ്സ് പറയണം, നീ നന്നായി. അപ്പൊ നന്നായി. ആൾക്കാർ വന്നിട്ടല്ല. ഇസ്തഫ്തി ഖൽബക്, നീ നന്നായോ ഇല്ലേന്ന് സ്വന്തം നഫ്സിനോട് ചോദിച്ചു നോക്ക്. നഫ്സ് പറഞ്ഞാ നീ ഓക്കെയാണ്. നഫ്സ് പറയുന്നു ഇല്ലടാ നീ വെറുതെയാണ്. അതെ, നന്നായിട്ടില്ല, നീ വെറുതെയാണ്. നഫ്സാണ് ലാസ്റ്റ് വാക്ക്. കാരണം നഫ്സ് കള്ളം പറയില്ല. സുബൈർ ബിൻ അവ്വാമിന് അള്ളാഹു കൊടുത്ത ഇസ്സത്താണത്. ആ തലക്കെട്ടും കെട്ടിയിട്ട് ആ മലായിക്കത്ത് ബദറിലേക്ക് വന്നത്. ഒരു സഹാബാക്കൾ ഇങ്ങനെ ചരിത്രം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു കുട്ടികൾക്ക്. ഒരു സഹാബി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി. അദ്ദേഹം തന്റെ ശിഷ്യന്മാർക്ക് ബദറിന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ പറയാണ്, ലൗ കുന്തു മഅകുമുൽ ആന ഫീ ബദർ, ഇപ്പൊ ഞാൻ നിങ്ങളോടൊപ്പം ബദറിലാണെങ്കിൽ, വമഈ ബസരി, എന്നോടൊപ്പം എന്റെ കാഴ്ചയും ഉണ്ടായിരുന്നെങ്കിൽ. അന്ധനായി പോയി, നല്ല വയസ്സായി, എന്റെ കാഴ്ചയോടുകൂടി ബദറിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളതെങ്കിൽ എന്ന് പറഞ്ഞാൽ ചരിത്ര സ്ഥലങ്ങളിൽ അവരവരെ കൊണ്ടുപോയിട്ട് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. ഈ ആവേശത്തിന്റെ കഥ എന്റെ കണ്ണുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചേനെ അന്ന് ജിബ്രീലും പട്ടാളക്കാരും ഇറങ്ങി വന്ന ആ ചുവന്ന കുന്നെവിടെയാണ് എന്ന് ഇറക്കി കൊടുത്ത റബ്ബുൽ ഇസ്സത്ത്. നല്ല സന്തോഷത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാ അല്ലാഹുവിന്റെ സഹായം, ഇസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുബീതുക്കും. എന്തിനായിരിക്കും 1000 മലായിക്കത്തെ ഇറക്കി കൊടുത്തത്? അതിന്റെ കാര്യമുണ്ടോ? രണ്ടും ജിബ്രീൽ കൂടെ ഉണ്ട്. ജിബ്രീൽ മെയിൻ നേതാവ്. ജിബ്രീലിന്റെ ഒരു ചിറകിന്റെ അറ്റം മതി. ആദിനെ സമൂദിനൊക്കെ ജിബ്രീൽ ആ ചിറകിന്റെ അറ്റം കൊണ്ടൊന്ന് ഒന്നിങ്ങനെ ആക്കിയതാണ്. ഇങ്ങനെ ആയിപ്പോയി. ഞാൻ എപ്പോഴും ചിന്തിക്കും, നമ്മളെ ഈ എക്സ് മുസ്ലിംസ് ഇല്ലേ, ഡോക്ടർ ആരിഫ്, പിന്നെ ലിയാഖത്ത്, ഓണ്ടെല്ലാം വിചാരം എന്താ? ഓനെല്ലാം എന്ത് വിചാരിച്ചിട്ടാ അള്ളാനെ കളിയാക്കുന്നു? അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊന്നങ്കത്തുനിന്ന് എന്ത് വിചാരിച്ചിട്ടാ? ഓനൊന്നും അള്ളാഹ്ക്ക് ഒരു ഇതല്ല, അവനെ വിടുകയാണിങ്ങനെ നസാറാക്കളെ വിടുന്ന പോലെ. നസാറാക്കളെ വാദം എന്താ? ആകാശം പൊട്ടിപ്പിളരാനും ഭൂമി വിണ്ടുകീറാനും മാത്രം ശക്തമായ കടുപ്പപ്പെട്ട ആരോപണം പറഞ്ഞു. അള്ളാഹ്ക്ക് മോനുണ്ട്. പക്ഷെ റബ്ബ് വിടുക, പോട്ടറാ, ജീവിച്ച് പോട്ട്. ഇവന്റെ എല്ലാം വിചാരം എന്തോ ആക്കാൻ പറ്റുന്നാണ്. ജിബ്രീലിന്റെ ഒരു ചിറകിന്റെ അറ്റം മതി ഒരു സമൂഹത്തെ അട്ടിമറിക്കാൻ. ആലിയഹ സാഫിലഹ, മോള് താഴെയും താഴെ മോളിലും ആക്കിയിട്ട് അങ്ങനെ തന്നെ ഇട്ടു. അതാ ഇപ്പൊ തോണ്ടുമ്പോ കിട്ടുന്നു. കയ്യും കാലും കുപ്പിയും കൊടുക്കുകയല്ലോ, അങ്ങനെ തന്നെ തിരിച്ചിട്ട് ചിറകിന്റെ ഒരറ്റം കൊണ്ട് അങ്ങനത്തെ. എത്രയുണ്ട് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. പട്ടാളക്കാരെണ്ണം അപ്പൊ ആ ഒന്ന് മതി. പിന്നെന്തിനാ 1000-ഓളം വരുന്ന പട്ടാളക്കാരെ? താരീഖിന്റെ ഉലമാക്കൾ എഴുതി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിച്ചിട്ട് ഇറക്കിയതാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഹബീബിന് വേണ്ടി ഞാൻ ഒരു സഹായം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? നല്ല ടോപ്പ് ലെവലിൽ ചെയ്യണം. 2 കൊടുത്താൽ പോരാ. എൻ്റെ റസൂലിന് ഒരു 1000 ഇരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഇഷ്ടമായിരിക്കും അള്ളാഹ്ക്ക് അള്ളാഹിന്റെ റസൂലിനോട്, എന്തൊരു ഇസ്സത്തായിരിക്കും അള്ളാഹിന്റെ റസൂലിന് അള്ളാഹുവിന്റെ ദർബാറിൽ. 1000 തന്നെ ഇരിക്കട്ടെ. എൻ്റെ റസൂല് ചോദിച്ചു വാങ്ങിയല്ലേ, കുറച്ചധികം നിൽക്കട്ടെ. യുദ്ധം ചെയ്ത സഹാബാക്കൾ തന്നെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുനിയാവിൽ ബദർ യുദ്ധത്തിന് മുമ്പ് ഒരിക്കലും മലായിക്കത്ത് ആയുധഭൂമിയേന്തി യുദ്ധക്കളത്തിൽ ഇറങ്ങിയിട്ടില്ല യുദ്ധം ചെയ്യാൻ. അദാബ് കൊണ്ട് വന്നിട്ടുണ്ട് ജിബ്രീല്, പക്ഷെ യുദ്ധക്കളത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്തിട്ടില്ല ബദർ യുദ്ധത്തിലല്ലാതെ. അങ്ങനെ സഹായിച്ചു റബ്ബ്. ചില സഹാബാക്കൾ പറയാണ്, നമ്മളൊരുത്തന്റെ ബാക്കിൽ ഓടും, എന്തിനാ അവനെ വെട്ടാനായിട്ട് വാള് പൊക്കി വെക്കുമ്പോഴേക്കും അവന്റെ തല പോയിട്ടുണ്ടാവും. വേറൊരിക്കൽ നമ്മൾ ഓടുന്നു, സഹാബി പറയാണ്, ബദറിൽ ചാട്ടുളിയുടെ ശബ്ദം. ചാട്ടുളി മീൻസ് കളരിപ്പയറ്റുന്ന ആൾക്കാരുണ്ടാവില്ല, ചാട്ടുളി. അതിന്റെ ഭയങ്കര, നമ്മളെ കൈമനാരെയും ചാട്ടുളി ഇല്ല, ഇത് ഭയങ്കര ശബ്ദം. അങ്ങനെ ഒരുത്തൻ മരിച്ചു വീണ് നമ്മൾ കണ്ടു. പോയിട്ട് നോക്കുമ്പോൾ അവന്റെ ദേഹത്ത്
ചാട്ടുളി കൊണ്ട് അടികൊണ്ടതിൻ്റെ അടയാളം നമ്മൾ കണ്ടു. ഒരു സഹാബി പറയുന്നുണ്ട്, ഞാനിങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം, തഖദ്ദം യാ ഖൈസൂം, ഖൈസൂമേ പെട്ടെന്ന് പോ എന്നൊരു ശബ്ദം. അടുത്ത ആരുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്ക് തന്റെ കുതിരയോട് വിളിച്ച് പറഞ്ഞതാണ്, പെട്ടെന്ന് ഓട്. കുതിരന്റെ പേരായിരുന്നത്. എന്തെല്ലാം കഴിഞ്ഞു നമ്മളെ മുൻഗാമികള്. നമ്മൾ വെറും ചണ്ടികളായിപ്പോയി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലം വരും അന്ന് മുസ്ലിമീങ്ങൾ ഇഷ്ടം പോലെ, ബൽ അൻതും കസീറൂൻ, നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ ഗുസാഉൻ കഗുസാഇസ് സൈൽ, മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന വെറും ചാണ്ടികളെ പോലെ, ഒരു വകക്കുള്ളൂല. ആരെപ്പറ്റിയാ പറഞ്ഞത്? രാത്രി ഒന്നാ റോട്ടും ഇറങ്ങി നിന്ന് നോക്കിയാൽ മതി. റമദാനിന്റെ പരിശുദ്ധമായ രാത്രിയിൽ ആ റോട്ടും ഒന്ന് പോയി നോക്കിയാൽ മതി. അപ്പൊ തിരിയും ഗുസാഉസ് സൈൽ, ചണ്ടികൾ എന്താ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അവസാനത്തെ 10 വരാൻ പോവാണ്. എങ്ങനെ ആയിരിക്കണം മുസ്ലിമീങ്ങൾ? അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിസ്കാരത്തിൽ, ദുആയിൽ, ദിക്റിൽ, ഖുർആനോത്തിൽ അതിഗംഭീരമായി അലങ്കൃതമായിരിക്കണം. കൂട്ടാൻ പോവാ ചണ്ടികൾ. ഗുസാഉൻ കഗുസാഇസ് സൈൽ, മടിയമ്മ. ബദരീങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം. കഥ കേൾപ്പിക്കലല്ല ലക്ഷ്യം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദറിൽ പിടിക്കപ്പെട്ടു. ആരാ പിടിച്ചെന്നറിയോ? ഒരു മെലിഞ്ഞെലിമ്പിച്ചൊരു സഹാബി. അബ്ബാസ് ആണെങ്കിലോ റളിയല്ലാഹു അൻഹു, ഖുറൈശി, നല്ല തറവാടി, നല്ല ആചാരബാഹുവായ മനുഷ്യൻ. അബ്ബാസ് പറയാണ്, ഇവനല്ല എന്നെ പിടിച്ചത്, ഇവൻ എന്നെ പിടിക്കാൻ കഴിയില്ല. എൻ്റെ ഒരു കൈമ തട്ടി മാറിപ്പോവും. പിന്നെ എങ്ങനെ എന്നെ പിടിക്കുക? എന്നെ പിടിച്ചത് വേറെ ആരോ ആണ്, ഇവന് കൊടുത്തതാ എന്നെ പിടിച്ചിട്ട്. അബ്ബാസ് പറയാം റളിയല്ലാഹു അൻഹു, എന്നെ പിടിച്ചിട്ട് ഇവന്റെ കൈമ കൊടുത്തതാണ്, ഇവനല്ല എന്നെ പിടിച്ചത്. സഹാബി പറയുന്നത് എന്താ? അല്ല, ഞാൻ തന്നെ പിടിച്ചത്. അതെന്തിനാ? ഇനി മോചിപ്പിക്കുമ്പോൾ കിട്ടുമ്പോൾ ഈ സഹാബിക്ക് കിട്ടണം. സ്വാഭാവിക മനുഷ്യന്മാരല്ലേ, ഗനീമത്ത് കിട്ടാൻ വേണ്ടി. അബ്ബാസ് ആണെങ്കിൽ ഭയങ്കര പൈസക്കാരനുമാണ്. പൈസക്കാരെന്ന് മാത്രമല്ല, പൈസ കൊതിയനുമാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒരു ഗനീമത്തിന്റെ സ്വത്ത് വന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്താപ്പനെ വിളിച്ചു, അബ്ബാസ് ബാ, എന്താ വേണ്ടെന്ന് വെച്ചെടുത്തോ. കാരണം പട്ട പലിശക്കാരനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിതാ പലിശയെ ചവിട്ടിത്താഴ്ത്തും. അല്ലാഹു നമ്മളെല്ലാം കാക്കട്ടെ, പലിശയെ തൊട്ട് കാക്കട്ടെ. ഞാൻ ചവിട്ടിത്താത്തിയിരിക്കുന്നു. ആദ്യം എൻ്റെ പ്രതിഭ്യൻ അബ്ബാസിന്റെ പലിശ ഞാനിതാ ഇല്ലാതാക്കിയിരിക്കുന്നു. കോടിക്കണക്കിന് റുപ്യ ഒറ്റ ദിവസം കൊണ്ട് ടീം അബ്ബാസിന്റെ പോയി. മൂലധനം മാത്രം ഒരുപാട് നഷ്ടമായി. ഇത് റസൂലുള്ളാഹിക്ക് അറിയാം. ഒരിക്കൽ എവിടുന്നോ സ്വത്ത് വന്നപ്പോൾ വിളിച്ചു, മുത്താപ്പ എടുത്തോളി, എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളി. അദ്ദേഹം ഒരു സഞ്ചി കൊണ്ടുവന്ന്, സ്വർണ്ണ നാണയം ഉണ്ടാവും, പരിചയം ഉണ്ടാവും, വാളുണ്ടാവും, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും. എടുത്തിട്ട് അവസാനം പൊക്കിയിട്ടെടുക്കുമ്പോൾ നടക്കാൻ കഴിയുന്നില്ല. അത്രയും എടുത്തിട്ട് അപ്പോൾ കുറച്ച് മാറ്റിയിട്ടിട്ട് പൊക്കി നോക്കിയാൽ ഇനി നടക്കാൻ കഴിയും. അതെടുത്തിട്ട് ഇങ്ങനെ പോയി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിൽ നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. മുത്താപ്പനെ കൊണ്ടേക്കോട്ടെ, ഹലാലായതല്ലേ. ഈ സഹാബിക്ക് എന്താ അറിയോ? ഇനി മോചന ദ്രവ്യമായിട്ട് ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് പറയോ, ഞാൻ തന്നെ പിടിച്ചത്. അബ്ബാസ് അതുകൊണ്ട് അല്ലല്ല, എന്നെ വേറെ ആരോ പിടിച്ചിട്ട് കൊടുത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പട്ടാളക്കാരൻ പിടിച്ചതാണ് അബ്ബാസിനെ. മലക്ക് പിടിച്ചിട്ട് അടുത്തിട്ട് സഹാബിനെ കൈമ കൊടുത്താ, കൊണ്ടോ നിന്റെ ഗനീമത്ത് എനിക്ക് ഇരുന്നോട്ടെ. മലക്കിന് പൈസ ആവശ്യമില്ലല്ലോ. അള്ളാഹു ഇറക്കിയാൽ അങ്ങനെ ഉണ്ടാവും. അള്ളാഹിന്റെ പട്ടാളക്കാർ വന്നാൽ അങ്ങനെ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അബ്ബാസിനെ വധിക്കരുത്. ഇവിടെ ഒരു സംഭവം ഉണ്ടായി. കുറച്ചപ്പുറത്ത് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു, ആരെ മോൻ? ചില പ്രധാനപ്പെട്ട സഹാബാക്കളൊക്കെ കണക്ഷൻ നമ്മൾ താരീഖ് ശരിക്കും വായിക്കണം. താരീഖ് ഒരു ആവേശമാണ്. ഈ കൊല്ലപ്പെട്ട ഉത്ബന്റെ മോൻ, ഉത്ബ ഇബ്നു റബീഅ ഉണ്ടല്ലോ, ആദ്യം തന്നെ കൊല്ലപ്പെട്ട ഉത്ബ, അയാളെ മോൻ അബൂ ഹുദൈഫ. കണ്ണിന്റെ മുമ്പ് നിന്ന് ഉപ്പ കൊല്ലപ്പെടുന്നു, മൂത്താപ്പ ശൈബ കൊല്ലപ്പെടുന്നു, സഹോദരൻ വലീദ് കൊല്ലപ്പെടുന്നു. ആരുടെ? ഈ സഹാബിയുടെ. അബൂ ഹുദൈഫ ഇപ്പുറത്ത്, ഉപ്പാവും ഇളയപ്പാവും അനിയനും അപ്പുറത്ത്. എന്ത് കാരണത്താൽ? സ്വത്ത് തർക്കത്തില. ഉപ്പാന്റെ സ്വത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നതാ. അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഒരേ ഒരു പ്രശ്നം, അള്ളാഹ് ഇല്ലാന്ന് പറഞ്ഞിട്ടാണോ ഉപ്പയും മൂത്താപ്പയും ഈ അനിയനും? അല്ല,
അള്ളാഹു ഇല്ലാന്ന് പറഞ്ഞിട്ടുമല്ല. കാരണം അവര് വന്നത് തന്നെ മക്കത്ത് നന്നായിട്ട് ദുആ ചെയ്തിട്ട്, അള്ളാഹുവേ ഞാൻ പോവാണ്, ഇറയോനെ ഹാദൽ ബൈത്തുടനായനെ, മൊയ്കുട്ടി വൈദ്യർ പറഞ്ഞ പോലെ, അള്ളാഹുവേ ഈ കാബന്റെ ഉടമസ്ഥനായ റബ്ബേ, ഇതാ നമ്മൾ യുദ്ധത്തിന് പോവാണ്, സത്യമേതാ നിനക്കറിയാം, സത്യത്തെ നീ വിജയിപ്പിച്ചേക്കണേ. അത് പറഞ്ഞ അബൂജഹൽ ദുആ ചെയ്തിട്ട് പോകുന്ന അള്ളാഹിനോട്. കൂടെ ഉത്തമയുണ്ട്, ഈ വലീദുണ്ട്, ഈ ശൈബയുണ്ട്. അബൂ ഹുദൈഫന്റെ ഉപ്പയും മൂത്താപ്പയും അനിയനും. അബൂ ഹുദൈഫ ഇപ്പുറത്ത്, ഇവര് മൂന്നാൾ ഇപ്പുറത്ത്. എന്തുകൊണ്ടാണെന്നറിയോ? അബൂ ഹുദൈഫന്റെ വിശ്വാസം എന്താ അറിയോ? ആരാധനക്കർഹൻ അള്ളാഹു മാത്രം, ഇടയിൽ ആരുമില്ല, ഔലിയാക്കളില്ല, മലായിക്കത്തില്ല, ജിന്നില്ല, മഹാന്മാരില്ല, കുപ്പിയില്ല, തകടില്ല, അങ്ങാതൊരു പരിപാടി ഒന്നുമില്ല, ഇടയാളന്മാരാക്കി ആരുമില്ല, അള്ളാഹു മാത്രം. മൂത്താപ്പന്റെയും ഉപ്പാന്റെയും അനിയന്റെയും വാദം അള്ളാഹു ഉണ്ടോ, ഓക്കെ, പക്ഷെ അവനിലേക്ക് എത്താൻ ഔലിയാക്കളെയും ആവശ്യമുണ്ട്. യുദ്ധകളത്തിൽ രണ്ട് ചേരിയിൽ. നമ്മൾ ആരുടെ ഭാഗത്ത? അബൂ ഹുദൈഫന്റെ ഭാഗത്തായിരിക്കും, അല്ല ഉത്തുബന്റെ ഭാഗത്തായിരിക്കും? മുസ്ലിം എന്ന് പറയുന്നപ്പെടുന്നവരിൽ ഭൂരിപക്ഷവും ഇന്ന് ഉത്തുബന്റെ ടീമാണ്. അബൂ ഹുദൈഫിന്റെ ടീം 2% മാത്രം, അള്ളാഹ് മാത്രം എന്ന് പറയുന്ന ആള്. പ്രിയപ്പെട്ടവരെ, അബൂ ഹുദൈഫന്റെ സ്വന്തം ബാപ്പ ഉണ്ടാക്കിയ ബാപ്പയെ അപ്പുറത്ത് നിൽക്കുന്നത്. ശൈബ മൂത്താപ്പ, വലീദ് അനുജൻ. ഈ 3 ബന്ധങ്ങളും അബൂ ഹുദൈഫ വേണ്ടെന്ന് വെച്ചത് ആദർശബന്ധമില്ലാത്ത കുടുംബ ബന്ധത്തിന് ഇസ്ലാമിൽ ഒരു വിലയുമില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായിക്കോട്ടെ. നമുക്ക് എന്താ പ്രശ്നം അറിയോ? കുടുംബ ബന്ധം. മൂത്താപ്പ ഇളയപ്പ പറയുമ്പോ എങ്ങനെ ഇളയപ്പാന്റെ പൊരക്കാൻ ആത്തീവ് എങ്ങനെ ഇപ്പൊ പോകാണ്ടിരിക്കുക? സ്വന്തം അനിയന്റെ പൊരക്കാൻ പോരും, ഇത് എങ്ങനെ ഇപ്പൊ പോയിട്ട് ഒന്നാണ്ടിരിക്കുക? അബൂ ഹുദൈഫ യുദ്ധക്കളത്തിൽ നിന്ന് കണ്ണുകൊണ്ട് കാണുക ഉപ്പ മരിച്ചു വീഴുന്നത് ഈ ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം. അതിന് ആദർശം എന്ന് പറയും. അവിടെ ഒപ്പിക്കുന്ന പരിപാടിയില്ല. വീഴുന്ന കാണുക, മൂത്താപ്പാന്റെ കഴുത്തറക്കുന്ന കാണുക, അനിയൻ വലീദ് കഴുത്തട്ടിട്ട് വീഴുന്ന കാണുക. ഒരൊറ്റ വിഷയത്തിന് അബൂ ഹുദൈഫന്റെ ആദർശം എന്താ അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ, ഒരുത്തരുമില്ല. ഉപ്പയും മൂത്താപ്പയും അനിയനും പറയുന്നത് അല്ലാഹ് ഉണ്ട്, ഔലിയാക്കളുണ്ട്. അബൂ ഹുദൈഫ പറഞ്ഞു, പോയിക്കോ അതിന്റെ കൂടെ. എന്നിട്ട് യുദ്ധക്കളത്തിൽ കൊല്ലാൻ വന്ന് നിൽക്കുക. നമുക്ക് അത് കഴിയുന്നില്ല. നമുക്ക് എന്ത് വൈ, എന്ത് ദീൻ, എന്ത് അഖീദ, എന്ത് ആദർശം, എന്തൊരു നൂറ്റാണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ബദർ യുദ്ധത്തിന്റെ കഥയായി പറയുന്നു. അബൂ ഹുദൈഫന്റെ വിവേകം നഷ്ടായി. 3 സ്വന്തക്കാര് കൊല്ലപ്പെട്ട് കണ്ടപ്പോ ആകെ വികാരഭരിതനായി. ഉറക്കെ പറഞ്ഞു, ഓ, ബനൂ ഹാഷിമിനെ കൊല്ലാൻ പറ്റൂല, അബ്ബാസിനെ കൊല്ലാൻ പറ്റൂല, എന്റെ ഉപ്പയും അനിയനും മൂത്താപ്പയെല്ലാം കൊല്ലപ്പെട്ടില്ലേ, ഞാൻ കൊല്ലും, അബ്ബാസിനെ കണ്ടാ കൊല്ലും നെയ്യും പറഞ്ഞുപോയി. നിങ്ങളൊന്ന് സങ്കല്പിച്ചൊക്കെ നമ്മളെ മാനസികാവസ്ഥ. കണ്ണിന്റെ മുമ്പ് ഉപ്പയും ഈ മൂത്താപ്പയും അനിയനും ഏട്ടനും ഒക്കെ കൊല്ലപ്പെടുമ്പോൾ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അപ്പുറത്തുനിന്ന് റസൂലുള്ള പറയാ, അബ്ബാസിനെ എന്റെ മൂത്താപ്പാനെ കണ്ടാ കൊല്ലല്ലേ, ഷൈത്താനെ കളിക്കാൻ പറ്റിയ ചാൻസ് അല്ലേ? അബൂ ഹുദൈഫ പറഞ്ഞുപോയി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വികാരജീവിയല്ല, വികാരജീവിയല്ല. റസൂലുള്ളാഹി തങ്ങൾ കേട്ടു അബൂ ഹുദൈഫ പറഞ്ഞത്, ഒന്നും മിണ്ടിയില്ല. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ അബൂ ഹുദൈഫ മരിക്കുന്നവരെ സഹിക്കാൻ കഴിയില്ല. കുറെ അങ്ങോട്ട് മാറി എന്നിട്ട് പറഞ്ഞു, യാ അബാ ഹഫ്സ്, ഉമർ റളിയല്ലാഹു പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലേ എൻ്റെ കുഞ്ഞത്ത് റസൂലുള്ളാഹി വിളിച്ചിട്ടുള്ളൂ. അബൂ ഹഫ്സ്, അത് ഈ സമയത്താണ്. യാ അബാ ഹഫ്സ്, നീ അബൂ ഹുദൈഫ പറഞ്ഞു കേട്ടോ, ഞാൻ എൻ്റെ മൂത്താപ്പയത് കൊണ്ടാണോ കൊല്ലണ്ടെന്ന് പറഞ്ഞ്? ഞാൻ എൻ്റെ കുടുംബായത് കൊണ്ടാണോ ബനൂ ഹാഷിമിനെ കൊല്ലണ്ടെന്ന് പറഞ്ഞ്? നേരത്തെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഞാൻ ആരെ അയച്ചത്? ഖും യാ ഹംസ, ഖും യാ അലി, ഖും യാ ഉബൈദ്. ഞാൻ എൻ്റെ സ്വന്തക്കാരല്ലേ യുദ്ധം ചെയ്യാൻ അയച്ചത്. അബൂ ഹുദൈഫ പറഞ്ഞു കേട്ടോ. ഉമറുല്ലാഹിന്റെ ഗദബളി. അങ്ങനെയാണല്ലോ ആള്, വാളൂരി. യാ റസൂലല്ലാഹ്, ഇദൻ ലി അദ്രിബു ഉനഖ ഇന്നഹു നാഫഖ അബൂ ഹുദൈഫ. യാ റസൂലേ, അബൂ ഹുദൈഫ മുനാഫിക്കായി. ഉമർ പിന്നെ അങ്ങത്തന്നെ എന്ത് പറഞ്ഞാലും അബൂ ഹുദൈഫ മുനാഫിക്കായി. അനുവാദം എന്താ? അയാളെ പെരടി പൊട്ടി കൊന്നു കളഞ്ഞിട്ട് വരാൻ ഞാൻ. യാ ഉമർ, യാ ഉമർ, അങ്ങനെ പെരുമാറില്ല. അബൂ ഹുദൈഫന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ? സ്വന്തം കണ്ണിന്റെ മുമ്പ് ഉപ്പയും മൂത്താപ്പയും അനിയനൊക്കെ മരിച്ചിരിക്കുന്നത്. നീ ഒന്ന് സമാധാനത്തിൽ അബൂ ഹുദൈഫക്ക് കാര്യം പറഞ്ഞു കൊടുക്ക്. റസൂലുള്ളാഹി പറയാൻ പോയില്ല. ഉമർ വന്നു, യാ അബൂ ഹുദൈഫ, നീ എന്താ പറയും, നിനക്ക് വല്ല ബോധമുണ്ടോ? വിവരം പറഞ്ഞു കൊടുത്തു. അബൂ ഹുദൈഫ പറയാണ്, അപ്പോഴാണ് എനിക്ക് വിവേകം പുറത്തു വന്നു. യാ അല്ലാഹ്, ഞാനെന്താ റസൂലുള്ളാഹിനോട് പറഞ്ഞു പോയത്?
യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുദൈഫയെ വന്ന് കണ്ടു. അബൂ ഹുദൈഫ, വല്ലാണ്ട് വിഷമമുണ്ടല്ലേ, നീ ആ സങ്കടത്തെ പറഞ്ഞു പോയതാണ്, അള്ളാഹു മാപ്പ് തരട്ടെ. അബൂ ഹുദൈഫ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഓർക്കുമ്പോഴാണ് ഞാൻ വിഷമിക്കല്. അന്ന് റസൂലിന് എന്തെങ്കിലും വികാരപരമായിട്ട് പെരുമാറിയിരുന്നെങ്കിലും പിന്നെ അബൂ ഹുദൈഫയ്ക്ക് പിന്നെ മരിക്കാനല്ലാണ്ട് വേറെ വഴിയില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് പക്വതയുള്ള നേതാവാണ്. ഒരു ദിവസം മദീനത്തോട് നടക്കുമ്പോൾ ബഖീൽ ഖബറിന്റെ അടുത്തൊരു പെണ്ണുങ്ങൾ ഒരു ഖബറിന്റെ അടുത്ത് ഇരുന്നിട്ട് കരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹോദരി ക്ഷമിക്കും, മരണം എല്ലാവർക്കും ഉള്ളതല്ലേ. പെണ്ണുങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. പെണ്ണുങ്ങൾ റസൂലിനെ കാണുന്നില്ല, ആരോ പറയുന്നത് കേൾക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തറിയാം? സ്വന്തം ബന്ധുക്കൾ നഷ്ടപ്പെടുമ്പോൾ മരിക്കുമ്പോഴുള്ള വേദന വല്ലതും അറിയോ? നമുക്ക് പറഞ്ഞിട്ട് പോയാൽ പോരെ. പക്ഷെ പോയാളോ ഉപ്പാനെ കണ്ടിട്ടേ ഇല്ല. 6ാമത്തെ വയസ്സിൽ അബവായി ഉമ്മ മരിച്ചപ്പം ഉമ്മ പറഞ്ഞെന്താ അറിയോ? 6ാം വയസ്സുകാരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ടോടും യാ ഉമ്മ എന്ന് വിളിച്ചു. സ്വന്തക്കാര് മരിച്ചതിന്റെ ബുദ്ധിമുട്ട് അറിയാത്ത ആളല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആവശ്യമുള്ള സമയത്ത് തന്റെ പ്രിയതമ ഖദീജ പോയി. അബൂ താലിബ് എന്ന മല, ആ സുരക്ഷിതത്വം അത് നഷ്ടപ്പെട്ടു. ഇതൊക്കെ അറിയുന്ന ആളാണ് അല്ലാഹുവിന്റെ റസൂൽ. പക്ഷെ ഈ പെണ്ണിനത് അറിയില്ല. ഒരു ദേശത്ത് പറഞ്ഞു പോയതാ, പോയി. ഒരു പെണ്ണുങ്ങും വിളിച്ചിട്ട് പറഞ്ഞു, നീ ആരോടാ സംസാരിച്ചെന്നറിയോ, നീ ആരോടാ ഇങ്ങനെ പറഞ്ഞെന്നറിയോ? അപ്പോഴാ പെണ്ണുങ്ങൾ അറിയുന്നത് അല്ലാഹുവിന്റെ റസൂൽ ഓടി, ബാക്കിലോടി, യാ റസൂലല്ലാഹ് മാപ്പിരണം, ഞാൻ അറിഞ്ഞില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അസ്സബ്റു ഇൻദ സദമത്തിൽ ഊലാ. ക്ഷമ എന്ന് പറയുന്നത് പ്രശ്നത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാവണം. ഇതെല്ലോ ചെയ്തും പറഞ്ഞു കൂട്ടിയിട്ട് പിന്നെ ക്ഷമിക്കുന്നതിന് കാര്യമില്ല. ആദ്യം കൺട്രോൾ ചെയ്യാൻ പറ്റണം. അബൂ ഹുദൈഫയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൈകാര്യം ചെയ്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ ഹാരിസ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരുണ്ട്. 2-3 ഹാരിസമാരുണ്ട് ബദറിൽ. അദ്ദേഹം ഉപ്പയില്ല, യതീമാണ്, ഉമ്മ മാത്രമേ ഉള്ളൂ. ബദർ യുദ്ധത്തിന്റെ സമയത്ത് ഉമ്മ പറഞ്ഞ, മോനെ നീ പോയിക്കൂടാ, എനിക്ക് നീ അല്ലാണ്ട് വേറെ ആരുമില്ല, നീ പോകരുത്. അങ്ങനെ നിർബന്ധം പിടിച്ച് വാശി പിടിച്ചിട്ടാ മോൻ വന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബദറിന്റെ കിണറിന്റെ കഥ. മുസ്ലിമീങ്ങൾ അവരുടെ പരിധിയിലാക്കിയിട്ടുണ്ട് കിണറിനെ. മുശ്രിക്കീങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റൂല. അസ്വദ് എന്ന് പറയുന്ന ഒരുത്തൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന് ഹംസ റളിയല്ലാഹു അൻഹു അവനെ കണ്ടു, അവനെ വെട്ടി. അവൻ മരിക്കലോട് കൂടിയാണ് പിന്നെ കൂട്ടക്കലാപം തുടങ്ങുന്നത്, ആ മരണത്തോടു കൂടി. അതിൻ്റെ ഇടയിൽ പൊടിപടലങ്ങൾക്കിടയിൽ ഈ ഹാരിസ റളിയല്ലാഹു അൻഹു വെള്ളത്തിൻ്റെ അടുത്തേക്ക് നടന്നുപോയി. വെള്ളം കുടിക്കാനോ അല്ല ആരെങ്കിലും വന്ന് കണ്ടിട്ട് കൊല്ലാനോ ഒക്കെ ആവാം. പക്ഷെ പോകുന്നത് ആരെന്ന് പൊടിപടലങ്ങൾക്കിടയിൽ വ്യക്തമല്ല. പറയപ്പെടുന്നു ഒരമ്പ് വന്ന് ഹാരിസന്റെ നെഞ്ചത്ത് തറച്ചു. അത് വന്നത് മുസ്ലിം പട്ടാളക്കാരുടെ ഭാഗത്തു നിന്നാണ്. അവരെന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ശത്രുക്കൾ വെള്ളം കുടിക്കാൻ വരുന്നതാണ്. ഭൂരിപക്ഷ ആൾക്കാരും പറഞ്ഞു മുസ്ലിമുകളുടെ കയ്യാൽ കൊല്ലപ്പെട്ടതാണ്, അതുകൊണ്ട് ഷഹീദാവൂല. മറ്റവർക്കൊന്നല്ല ഷഹീദാവുള്ളൂ. ഹാരിസന്റെ ഉമ്മാക്ക് ഭയങ്കര ടെൻഷനായി. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ മദീനത്തുനിന്ന് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എൻ്റെ മോൻ്റെ അവസ്ഥ എന്താ? ആൾക്കാർ പറയുന്നു സ്വർഗത്തിൽ പോകൂല, ഷഹീദാവൂല. എന്താ അവസ്ഥ? ഷഹീദാവുമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും, മരിക്കുന്നവരെ കരഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു പറഞ്ഞു, യാ ഉമ്മ ഹാരിസ, യാ ഉമ്മ ഹാരിസ, അൽ ജന്നത്തു ജിനാൻ. ഹാരിസന്റെ ഉമ്മ, നിങ്ങൾക്ക് എന്താ അറിയാം സ്വർഗത്തെ പറ്റി? സ്വർഗം പലതുണ്ട്. അതിൽ നിങ്ങളുടെ മകൻ ജന്നത്തുൽ ഫിർദൗസിൽ കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, സമാധാനമായിട്ട് പോ. ഉമ്മ പറഞ്ഞു, എന്നാ ശരി, ഇനി ഞാൻ കരയൂല, ഇനി ഞാൻ സമാധാനമായിട്ട് പോയിക്കോളാം. ഇന്നും ബദരീങ്ങളെ പേര് 14 വായിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരും ഹാരിസ. ഉമർ ഇബ്നു ഹമാം റളിയല്ലാഹു അൻഹു ഈറ്റപ്പഴം നിന്നുകൊടുക്കുക. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുന്നു. പിന്നെ ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാളും വിശാലമായ സ്വർഗത്തിലേക്ക് എഴുന്നേറ്റോളൂ. ഇത് സഹാബി കേട്ടു, ഓടി വന്നു, യാ റസൂലല്ലാഹ്, അർദുഹാ അസ്സമാവാതു വൽ അർദ്. കാരണം ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, പാപ്പരന്മാരായിട്ട് വന്നിരിക്കല്ലേ. അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാളും വലുതാണോ സ്വർഗം? നഅം ബഖിൻ ബഖിൻ, അദ്ദേഹം പറഞ്ഞ വാക്കാണ്.
റസൂലുള്ളാഹി ചോദിച്ചു, നീ എന്തിനാ ബഖിൻ ബഖിൻ എന്ന് പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആകാശഭൂമികളെക്കാളും വലുപ്പത്തിലുള്ള സ്വർഗ്ഗനെ കാത്തു നിൽക്കുമ്പം ഈ ഈത്തപ്പഴം തിന്നുന്ന സമയം ഞാൻ ഇവിടെ നിന്നാൽ അവിടെ എത്താനുള്ള സമയം കുറഞ്ഞു പോകും. തൽക്കാലം ഈത്തപ്പഴം വേണ്ട, ഞാൻ പോകുന്നു, അസ്സലാമു അലൈക്കും. ഇറങ്ങി ഷഹീദായി, സ്വർഗത്തിലെത്തി, ജന്നത്തുൽ ഫിർദൗസിൽ. പ്രിയപ്പെട്ടവരെ, ഓരോ വരിയിലും ബദർ യുദ്ധത്തിൻ്റെ എനിക്കും നിങ്ങൾക്കും പാഠമുണ്ട് മാറാൻ. സഹാബത്തിൻ്റെ ഈമാൻ, സഹാബത്തിൻ്റെ തൗഹീദ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കൊടുത്ത പരിഗണന നമ്പർ 1. അപ്പുറത്ത് നിൽക്കുന്നത് ഉപ്പ, മൂത്താപ്പ, മക്കള്, പിന്നെ ഇച്ഛ, അനിയൻ. പക്ഷെ അവർക്ക് വലുത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് ബന്ധം തകർന്നാലും ശരി, അള്ളാഹുമായിട്ടുള്ള ബന്ധം തകർക്കുന്ന പരിപാടിയില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി നാളെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അള്ളാഹു ഇൽമിൽ ബർക്കത്ത് നസീബാക്കട്ടെ. അള്ളാഹു ഇൽമിനെ ഒരുപാട് വർദ്ധിപ്പിച്ചു തരട്ടെ. ജീവിതം ആ പ്രിയപ്പെട്ട ബദരീങ്ങൾ കാണിച്ചു തന്ന പോലെ ഈമാനിലും അഅമാലിലും അഖ്ലാഖിലും മുആമലാത്തിലും മുആശറാത്തിലും അടിമുടി അവരെ മാതൃകയാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ പള്ളിയുടെ വിഷയം ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ കേട്ടോ. ഇപ്പം തന്നെ ഇടണമെന്നല്ല പറഞ്ഞത്, നമ്മളെ പള്ളിക്ക് പുനർനിർമ്മാണ പരിപാടികൾ നടക്കുന്നുണ്ട്.